എല്ലാവർക്കും ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസ്കാരം സംഘടനാ സേവ SPYSS മലയാളം ഓൺലൈൻ ക്ലാസ് പതിവായി ചൊവ്വാഴ്ച തോറും നടത്തി വരാറുള്ള നാരായണീയ പഠനം 96-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 96-ാം ദശകമായ ഭഗവദ്വിഭൂതി വർണ്ണനം ആണ് പഠനത്തിനുള്ളത്. ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി ബീന അക്കയാണ് വന്നിരിക്കുന്നത്. ചാൻഡിങ് ഗൈഡൻസ് നടത്തുന്നത് രുക്മിണി KS അക്കയാണ്. റിപ്പീറ്റേഷൻ 1 മുതൽ 3 വരെ ശ്ലോകങ്ങൾ 4 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ പ്രമീള അക്കയും 6 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ ഉഷാമാധവൻ അക്കയും 9 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ജയലക്ഷ്മി അക്കയുമാണ് നടത്തുന്നത്. ഇന്ന് എക്സ്പ്ലനേഷൻ എത്തിയിരിക്കുന്നത് സരോജിനി അക്കയാണ്. പിന്നണിയിൽ ഗംഗാർ അക്കയും വന്നിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ യോഗ ബന്ധുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രോതാക്കളായി വന്നിരിക്കുന്ന എല്ലാ യോഗ ബന്ധുക്കളും ഹാർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലാനായി ബീന അക്കയെയും ചാൻഡിങ് ഗൈഡൻസ് നടത്തുന്നതിനായി രുക്മിണി KS അക്കയെയും ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദത്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്ത ജലയോഗ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതീ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമകീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ്മളിന്ന് 96-ാമത്തെ ദശകമാണ് നോക്കുന്നത്. ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും. വൃത്തം ശ്രദ്ധര. അത് നമുക്ക് പദച്ഛേദത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ശ്ലോകം. ത്വം ഹി ബ്രഹ്മ ഏവ സാക്ഷാത് പരം പുരുമഹിമൻ അക്ഷരാണാം അകാര താരോ മന്ത്രേഷു രാജ്ഞാം മനുഃ അസി മുനിഷു ത്വം ഭൃഗുഃ നാരദഃ കപി പ്രഹ്ലാദഃ ദാനവാനാം പശുഷു ച സുരഭിഃ പക്ഷിണാം വൈനതേയഃ നാഗാനാം അസി അനന്തഃ സുരസരിതവി ച ശ്രോതസാം വിശ്വമൂർത്തേ. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാര താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാരഃ താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി. പ്രഹ്ലാദോ ദാനവാനാം
पशुषु च सुरभि पक्षिणां वैनदेयो नागानामस्य नन्दः सुरसरिदपि च स्रोतसां विश्वमूर्ते प्रह्लादो दानवानां पशुषु च सुरभि पक्षिणां वैनदेयो नागानामस्य नन्द सुरसरिदपि च सोदसां विश्वमूर्ते त्वं हि ब्रह्मैव साक्षात् परमुरुमहिमन्नक्षराणामगार तारो मन्त्रेषु राज्ञां मनुरसि मुनिषु त्वं भृगुर्नारदोऽपि प्रह्लादो दानवानां पशुषु च सुरभि पक्षिणां वैनदेयो नागानामस्य नन्दः सुरसरिदपि च स्रोतसां विश्वमूर्ते त्वं हि ब्रह्मैव साक्षात् परमुरुमहिमन्नक्षराणामकारः तारो मन्त्रेषु चाच्चां मनुरसि मुनिषु त्वं भृगुर्नारदोऽपि प्रह्लादो दानवानां पशुषु चुरभिः पक्षिणां वैनदेयो नागानामस्य नन्दासुरसरिदज सत्स्रोतसां विश्वमूर्ते രണ്ടാമത്തെ ശ്ലോകം ब्रह्मण्यानां बलिः त्वं क्रतुषु च जपयज्ञः असि वीरेषु पार्थः भक्तानाम् उद्धवः त्वं बलम् असि बलिनां धाम तेजस्विनां त्वं नास्ति अन्तः त्वद्विभूतेर्विकसद् अतिशयं वस्तु सर्वं त्वमेव त्वं जीवस्त्वं प्रधानं यदिह भवदृदे तन्न किञ्चित् प्रपञ्चे ब्रह्मण्यानां बलिस्त्वं क्रतुषु जपयज्ञोऽसि वीरेषु पार्थो भक्तानामुद्धवस्त्वं बलमसि बलिनां धामतेजस्विनां त्वम् ब्रह्मण्यानां बलिस्त्वं क्रतुषु च जपयज्ञोऽसि वीरेषु पार्थः भक्तानामुद्धवस्तं बलमसि बलिनां दाम तेजस्विनां त्वम् नास्त्यन्तस्त्वद्विभूतेर्विकसदतिशयं वस्तु सर्वं त्वमेव त्वं जीवस्त्वं प्रधानं यदिह भवदृते तन्न किञ्चित् प्रपञ्चे नास्त्यन्तस्त्वदिभूते विगसदतिशयं वस्तु सर्वं त्वमेव त्वं जीवस्त्वं प्रधानं यदिह भवदृते तन्न किञ्चित् प्रपञ्चे ब्रह्मण्यानां बलिस्त्वं क्रतुषु जपयज्ञोऽसि वीरेषु पार्थो भक्तानामुद्धवस्त्वं बलमसि बलिनां धाम तेजस्विनां त्वम् नास्त्यन्तस्तद्विभूतेर्विकसदतिशयं वस्तु सर्वं त्वमेव त्वं जीवस्त्वं प्रधानं यदिह भवदृते तन्न किञ्चित् प्रपञ्चे ब्रह्मण्यानां बलिस्त्वं क्रतुषु जपयज्ञोऽसि वीरेषु पार्थः त्वक्तानामुद्धवस्तं बलमसि बलिनां धाम तेजस्विनां त्वं नास्त्यन्तस्त्वदिभूते विकसिततिशयं वस्तु सर्वं त्वमेव त्वं जीवस्त्वं प्रधानं यदिह भवदृते तन्न किञ्चित् प्रपञ्चे മൂന്നാമത്തെ ശ്ലോകം ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം त्वत्परत्वेन भक्त्या कुर्वन्तः अन्तर्विरागे विकसति शनकैः सन्ध्यजन्तो लभन्ते सत्तास्फूर्तिः प्रियत्वात्मकमखिलपदार्थेषु भिन्नेषु अभिन्नं निर्मूलं विश्वमूलं परमम् अहम् इति त्वद्विबोधं विशुद्धम् धर्मं वर्णाश्रमाणां श्रुतिपथविहितं त्वत्परत्वेन भक्त्या कुर्वन्तोऽन्तर्विरागे विकसति शनकैः सन्ध्यजन्तो लभन्ते धर्मं वर्णाश्रमाणां श्रुतिपदविहितं त्वत्परत्वेन भक्त्या कुर्वन्तोऽन्तर्विरागे विकसति शनकैः सन्त्यजन्तो जपन्ते
सत्ता स्फूर्ति प्रयत्वात्मकमखिलपदार्थेषु भिन्नेष्वभिन्नम् निर्मूलं विश्वमूलं परमहमिति त्वद्विबोधं विशुद्धम्। सत्ता स्फूर्ति प्रियत्वात्मकमखिल पदार्थेषु भिन्नेष्वभिन्नं निर्मूलं विश्वमूलं परममहमिति त्वद्विबोधं विशुद्धम्। धर्मं वर्णाश्रमाणां श्रुतिपथविहितं तत्परत्वेन भक्त्या कुर्वन्तोऽन्तर्विरागे विकसति शनकैः सन्त्यजन्तो लभन्ते। सत्ता स्फूर्तिप्रयत्वात्मकमखिलपदार्थेषु भिन्नेष्वभिन्नं निर्मूलं विश्वमूलं परमहमिति त्वद्विबोधं विशुद्धम्। धर्मं वर्णाश्रमाणां श्रुतिपदविहितं तत्परत्वेन भक्त्या कुर्वन्तोऽन्तर्विरागे विकसति शनकैः सन्त्यजन्तो लभन्ते। सत्ता स्फूर्ति प्रियत्वात्मकमखिल पदार्थेषु भिन्नेष्वभिन्नं निर्मूलं विश्वमूलं परममहमिति त्वद्विबोधं विशुद्धम्। നാലാമത്തെ ശ്ലോകം. ജ്ഞാനം കർമ്മ അഭി ഭക്തി ഹൃദയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനാം അശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേ അധികാരഃ സക്താനാം കർമ്മയോഗഃ ത്വയി ഹി വിനിഹിതഃ യേ തു നാത്യന്തസക്താ നാപി അത്യന്തം വിരക്താഃ ത്വയി ച ഹൃദരസാ ഭക്തിയോഗോ ഹി അമീഷാം. ജ്ഞാനം കർമാഭിഭക്തിസ്ത്രിതയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാര. ജ്ഞാനം കർമാഭി ഭക്തിസ്ത്രിതയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനമശേഷ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാരഃ. സക്താനാം കർമ്മയോഗസ്ത്വയി വിനിഹിതോ യേ തു നാത്യന്തസക്താ നാപ്യത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം. സക്താനാം കർമ്മയോഗസ്ത്വയി വിനിഹിതോ യേ തു നാത്യന്തസക്താ നാപ്യന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹമീഷാം. ജ്ഞാനം കർമാഭിഭക്തിസ്ത്രിതയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാര. സക്താനാം കർമ്മയോഗസ്ത്വയി വിനിഹിതോ യേ തു നാത്യന്തസക്താ നാപ്യത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം. ജ്ഞാനം കർമാഭിഭക്തിസ്ത്രിതയമിഹ ഭവത് പ്രാവകം തത്ര താവത് നിർവിണ്ണാനമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാരഃ. സക്താനാം കർമ്മയോഗസ്ത്വയി വിനിഹിതോ യേ തു നാത്യന്തസക്താ നാപ്യന്ത്യത്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹമീഷാം. അഞ്ചാമത്തെ ശ്ലോകം. ജ്ഞാനം തദ്ഭക്തതാം വാ ലഘു സുഹൃദവശാദ് മർത്യലോകേ ലഭന്തെ തസ്മാത് അത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗോ നാരകോ വാ ആവിഷ്ടം മാ തു ദൈവാത് ഭവജലനിധി പോതായിതേ മർത്യദേഹി ത്വം കൃത്വാ കർണധാരം ഗുരും അനുഗുണവാദായിക താരയേഥാഃ. ജ്ഞാനം തദ്ഭക്തതാം വാ ലഘു സുഹൃദവശാത് മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗോ നാരകോ വാ.
ജ്ഞാനം ത്വദ്ഭക്തദാം വാ ലഘുസുഹൃതവശാന്മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗകോ നാരകോ വാ. ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിബോധായിരേ മർത്യദേഹി ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിരത്താരയേഥാ. ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിബോധായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിതസ്താരയേധാഃ. ജ്ഞാനം തദ്ഭക്തതാം വാ ലഘുസുഹൃദവശാത് മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗകോ നാരകോ വാ. ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിബോധായിരേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിതസ്താരയേഥാ. ജ്ഞാനം ത്വദ്ഭക്തദാം വാ ലഘുസുഹൃദവശാന്മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗകോ നാരകോ വാ. ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിബോധായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിതസ്താരയേധാ. ആറാമത്തെ ശ്ലോകം. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിഃ അപി നയൈഃ കേവലജ്ഞാനലുബ്ധാഃ ക്ലിശ്യന്തെ അതീവ സിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവാപ്നുവന്തി. ദൂരസ്ഥഃ കർമ്മയോഗഃ അപി ച പരമഫലേ നന്വയം ഭക്തിയോഗഃ ത്വാം മൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധാ ദൃശ്യന്തേ ദീവസിദ്ധിം ബഹുതരജനുഷാമന്ദേവാപ്നുവന്തി. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തെ അതീവ സിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവാപ്നുവന്തി. ദൂരസ്ഥഃ കർമ്മയോഗോऽപി ച പരമഫലേ നന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. ദൂരസ്ഥഃ കർമ്മയോഗോऽപി ച പരമഫലേ നനു അയം ഭക്തിയോഗസ്ത്വാമൂലാം ഏവ ഹൃദ്യസ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തെ ദീവസിദ്ധിം ബഹുതരജനുഷാമന്ദേവാപ്നുവന്തി. ദൂരസ്ഥഃ കർമ്മയോഗോऽപി ച പരമഫലേ നന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിരഭിനൈ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തെ അതീവ സിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവാപ്നുവന്തി. ദൂരസ്ഥഃ കർമ്മയോഗോऽപി ച പരമഫലേ നനു അയം ഭക്തിയോഗസ്ത്വാമൂലാമേവ ഹൃദ്യസ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. ഏഴാമത്തെ ശ്ലോകം. ജ്ഞാനായ ഏവ ആദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരമണമയതി യത് തസ്യ മുക്തിഃ കരാഗ്രേ. ത്വദ്ധ്യാനേ അപി ഇഹ തുല്യാ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോഃ അഭ്യാസാദ് ആശു ശക്യം തദപി അശയിതും ത്വത്കൃപാ ചാരുതാഭ്യാം. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ
ഗാഢം തത്പാദഭക്തിം ശരമണമയതിത്യസ്തസ്യ മുക്തിക്കരാഗ്രേ. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഠം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തിക്കരാഗ്രേ. त्वध्यानेऽवीहतुल्या पुनरसुकरता चित्तचाञ्चल्यहेतो अभ्यासादाशु शक्यं तदपि वचयितुं त्वत्कृपाचारुदाभ्याम्. त्वद्वानेऽपीह तुल्या पुनरसुकरदा चित्तचाञ्चल्यभेदोरभ्यासादाशु शक्यं तदपि वशयितुं त्वत्कृपाचारुदाभ्याम्. ज्ञानायैवादियत्नं मुनिर्विवदते ब्रह्मतत्त्वं च शृण्वन् गाढं त्वत्पादभक्तिं शरणमयति यत्तस्य मुक्तिकराग्रे. त्वध्यानेऽवीहतुल्या पुनरसुकरता चित्तचाञ्चल्यभेदो अभ्यासादाशु शक्यं तदपि वशयितुं त्वत्कृपाचारुदाभ्याम्. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഠം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തിക്കരാഗ്രേ. त्वद्वानेऽपीह तुल्या पुनरसुकरदा चित्तचाञ्चल्यहेतोरभ्यासादाशु शक्यं तदपि वशयितुं त्वत्कृपाचारुदाभ्याम्. एटामते श्लोकम्. निर्विण्णः कर्ममार्गे खलु विषमतमे त्वत्तथादौ च गाढं जातश्रद्धः अपि कामान् तयि भुवनपते नैव शक्नोमि पातुं तद्भूयः निश्चयेन त्वयि निहितमनाः दोषबुद्ध्याः भजं स्थान् पुष्णीयां भक्तिं एव त्वयि हृदयगते मङ्क्षु नश्यन्ति संगाः. निर्विण्ण कर्ममार्गे खलु विषमतमे त्वत्तथादौ च गाढं जातश्रद्धोऽपि कामानै भुवनपते नैव शक्नोमि हातुम्. നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ജഗാഠം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനപദേ നൈവ ശക്നോമി ഹാതും. तद्भूयो निश्चयेन त्वयि निहितमना दोषबुद्ध्या भजं स्थान् पुष्णीयां भक्तिमेव त्वयि हृदयगते मङ्क्षु नश्यन्ति संगाः. തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ തുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷു നങ്ക്ഷന്തി സംഗാ. निर्विण्ण कर्ममार्गे खलु विषमतमे त्वत्कथादौ जगाढं जातश्रद्धोऽपि कामानै भुवनपदे नैव शक्नोमि हातुम्. तद्भूयो निश्चयेन त्वयि निहितमना दोषबुद्ध्या भजं स्थान् पुष्णीयां भक्तिमेव त्वयि हृदयगते मङ्क्षु नश्यन्ति संगाः. നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ജഗാഠം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനപദേ നൈവ ശക്നോമി ഹാതും. തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷു നങ്ക്ഷന്തി സംഗാഃ. ഒമ്പതാമത്തെ ശ്ലോകം. കശ്ചിത് क्लेशार्जितार्थक्षय विमलमधिर् नुद्यमान जनौघैः प्राग् एवं प्राह विप्रो न खलु मम जनः कालकर्मग्रहा वा चेतो मे दुःखहेतु तदिह गुणगणं भावयत् सर्वकारी इति उक्त्वा शान्तः गतस्त्वां मम च कुरु विभो तादृशी चित्तशान्तिम्. कश्चित् क्लेशार्जितार्थक्षय विमलमधिर्नुद्यमानो जनौघै प्रागेवं प्राह विप्रो न खलु मम जनः कालकर्मग्रहा वा.
കശ്ചിൻ ക്ലേശാർജിതാർത്ഥ ക്ഷയ വിമലമതിർ ഉദ്യമാനോ ജനൗഘൈ പ്രാഗേവം പ്രാഹ വിപ്രോന ഖലു മമ ജന കാലകർമ്മഗ്രഹാവാ. ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീതി ഉക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീ ത്വക്താ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയ വിമലമതിർനുദ്യമാനോ ജനൗഘൈ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവാ. ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീതി ഉക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. കശ്ചിൽ ക്ലേശാർജിതാർത്ഥ ക്ഷയ വിമലമതിർ ഉദ്യമാനോ ജനൗഘൈ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവാ. ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീ ത്വക്താ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. 10ാമത്തെ ശ്ലോകം. ഐളഃ പ്രാഗോ ഉർവശീം പ്രത്യതിവിവശമനഃ സേവമാനഃ ചിരം താം ഗാഢം നിർവിദ്യ ഭൂയഃ യുവതി സുഖമിദം ക്ഷുദ്രമേവ ഇതി ഗായൻ തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണഃ സുഖതരം അചരത് തദ്വദ് ഉദ്ധൂതസംഗം ഭക്തോത്തംസം പ്രിയാ മാം പവനപുരപദേ ഹന്ത മേ രുന്ധി രോഗാൻ. ഐളപ്രാഗുർവശീം പ്രത്യതിവിവശമനാ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ. ഐളപ്രാഗോർവശീം പ്രത്യതിവിവശമനാ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ. തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണഃ സുഖതരമചരത് തദ്വദുദ്ധൂതസംഗം ഭക്തോത്തംസം ഗൃഹാമാം പവനപുരപദേ ഹന്ത മേ രുന്ധി രോഗാൻ. ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ സുഖതരമചരത് തദ്ദുദ്ധുദ്യുയസംഗം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപദേ ഹന്ത മേ രുന്ധി രോഗാത്. തദ്വദ് ഉദ്ധൂതസംഗം. തദ്വദ് ഉദ്ധൂതസംഗം. തദ്വദുദ്ധൂതസംഗം. ഐളപ്രാഗൂർവശീം പ്രത്യതിവിവശമനാ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണഃ സുഖതരമചരത് തദ്വദുദ്ധൂതസംഗം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപദേ ഹന്ത മേ രുന്ധി രോഗാൻ. ഐളപ്രാഗുർവശീം പ്രത്യതിവിവശമനാ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ സുഖതരമചരത് തദ്ദൂയസംഗം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപദേ ഹന്ത മേ രുന്ധി രോഗാത്. ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം അക്ക. എക്സ്പ്ലനേഷനായി സരോജിനി അക്കയെ ക്ഷണിക്കുന്നു. ഹരി ഓം അക്ക. ഹരി ഓം അക്ക. ദശകം 96 ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദശകം 95
നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ധ്യാനയോഗത്തെ പറ്റിയായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് 96 ഭക്തി യോഗത്തെ പറ്റിയാണ് പറയുന്നത്. ഭക്തി യോഗത്തില് ഭഗവാന്റെ സ്ഥൂല ശരീരത്തെ പറ്റി, സ്ഥൂല രൂപത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുക. അതാണ് ഭക്തി യോഗത്തില് കൂടുതലായിട്ടും ചെയ്യേണ്ടതുള്ളത്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അത് വളരെ എളുപ്പമുള്ളതാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഓരോന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരു മഹിമൻ അക്ഷരാണാം അകാരം താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷുർ ത്വം ഭൃഗുർ നാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭി പക്ഷിണാം വൈനതേയോ നാഗാനാം അസ്യ അനന്ത സുരസരിതപി ച സ്രോതസാം വിശ്വമൂർത്തേ. അങ്ങ് വിശ്വമൂർത്തിയായ ഭഗവാനെ, അങ്ങ് എന്തൊക്കെയാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങ് എന്തൊക്കെയാണ്? ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത്, അങ്ങ് പരമപുരുഷനായ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നുമല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങ് ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമൊരു മഹിമൻ, അങ്ങ് എല്ലാറ്റിലും ശ്രേഷ്ഠനായ പരമാത്മാവ് തന്നെയാണ്. അക്ഷരാണാം അകാരം, അക്ഷരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ അക്ഷരം അകാരമാണ്. അക്ഷരാണാം അകാരം, ആ അകാരമാണ് അങ്ങ്. അതുപോലെ താരോ മന്ത്രേഷു, മന്ത്രങ്ങളിൽ വെച്ചിട്ട് താരക മന്ത്രമാണ്. ഓം എന്ന അക്ഷരമാണ്, ഓം എന്ന മന്ത്രമാണ് അങ്ങ്. ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമായ ഓം പ്രണവ മന്ത്രം അങ്ങാണ്. രാജ്ഞാം മനുഹു, രാജാക്കന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ സ്വയംഭുവ മനു തന്നെയാണ്. അത് തന്നെ അങ്ങും സ്വയംഭവ മനുവാണ്. രാജാക്കന്മാരിൽ വെച്ച് അങ്ങ് സ്വയംഭവ മനുവാണ്. മുനിഷുർ ത്വം ഭൃഗുർ നാരദോപി, മുനികളിൽ വെച്ചിട്ട്, മുനിമാരിൽ വെച്ചിട്ട് അങ്ങ് ഭൃഗുവും നാരദനുമാണ്. ഭൃഗു നമ്മുടെ രാജർഷിയായ ഭൃഗുവും അതുപോലെ ദേവർഷിയായ നാരദനും അങ്ങ് തന്നെയാണ്. മഹർഷിമാരിൽ വെച്ചിട്ട് ഈ ശ്രേഷ്ഠന്മാരായ ഭൃഗുവും നാരദനും അങ്ങാണ്. പ്രഹ്ലാദോ ദാനവാനാം, അസുര ജന്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ പ്രഹ്ലാദനാണല്ലോ. ആ പ്രഹ്ലാദൻ അങ്ങ് തന്നെയാണ്. അസുര ജന്മങ്ങളിൽ വെച്ചിട്ട് പ്രഹ്ലാദനാകുന്നു അങ്ങ്. പശുഷുച സുരഭി, പശുക്കളിൽ വെച്ചിട്ട് അതുപോലെ മൃഗങ്ങളിൽ എല്ലാം വെച്ചിട്ട് ശ്രേഷ്ഠമായത് കാമധേനു തന്നെയാണ്. ആ കാമധേനു അങ്ങാകുന്നു. പശുഷുച സുരഭി. പക്ഷിണാം വൈനതേയ, പക്ഷികളിൽ അങ്ങ് വൈനതേയനായ ഗരുഡനാണ്. ഗരുഡനാണ് പക്ഷിശ്രേഷ്ഠൻ, പക്ഷികളുടെ രാജാവാണ് ഗരുഡൻ. ആ ഗരുഡൻ അങ്ങയുടെ വാഹനമാണല്ലോ. ആ ഗരുഡൻ അങ്ങ് തന്നെയാണ്. ആ പക്ഷികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായ ഗരുഡൻ ആണ് അങ്ങ്. നാഗാനാം അസി അനന്തഹ, അനന്തൻ, നാഗങ്ങളിൽ വെച്ചിട്ട് അങ്ങ് അനന്തനാണ്. ആ അനന്തനിലാണല്ലോ അങ്ങ് പള്ളി കൊള്ളുന്നത്. ആ അനന്തൻ അങ്ങ് തന്നെയാണ്. നാഗാനാം അസി അനന്തഹ. സുരസരിതപി ച സ്രോതസാം, സ്രോതസ്സുകൾ, നദികളിൽ, ഒഴുക്കുകളിൽ വെച്ചിട്ട് അങ്ങ് ഏതാണ്? സുരസരിതാണ്, സ്വർഗംഗയാണ്, സ്വർഗത്തിലെ ഗംഗയാണ് അങ്ങ്. സുരസരിത് അപി സ്രോതസാം, സ്രോതസ്സുകളിൽ വെച്ചിട്ട് അങ്ങ് സുരസരിതാണ്, സ്വർഗംഗയാണ്. അങ്ങനെ വിശ്വമൂർത്തിയായ ഭഗവാനെ, വിശ്വരൂപനായ ഭഗവാനെ, അങ്ങ് ഇതെല്ലാമാണ് എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഈ പറയുന്നതെല്ലാം ഭഗവാന്റെ വിഭൂതികളായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബ്രഹ്മണ്യാനാം ബലിസ്ത്വം
ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാം ഉദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം. നാസ്ത്യന്തസ്ത്വദ്വിഭൂതേർ വികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. ബ്രഹ്മണ്യാനാം ബലി, ബ്രാഹ്മണ ഭക്തന്മാരിൽ അങ്ങാണ് ബലി, മഹാബലിയാണ് അങ്ങ്. ക്രതുഷുച ജപയജ്ഞങ്ങള് യാഗങ്ങളിലും യജ്ഞങ്ങളിലും എല്ലാം വെച്ചിട്ട് അങ്ങ് ജപയജ്ഞമാണ്. വീരേഷു പാർത്ഥോ, വീരന്മാരിൽ അർജുനനാണ് അങ്ങ്. ഭക്താനാം ഉദ്ധവസ്ത്വം, ഭക്തന്മാരിൽ വെച്ചിട്ട് ഉത്തമനായ ഉദ്ധവരാണ് അങ്ങ്. ബലമസി ബലിനാം, ബലവാന്മാരിൽ വെച്ചിട്ട്, ബലവാന്മാരിൽ അവരിലുള്ള ആ ബലം അത് അങ്ങാണ്. ബലവാന്മാരിലെ ബലം അത് അങ്ങാണ്. ധാമ തേജസ്വിനാംതം, തേജസ്വികളിൽ വെച്ചിട്ട് അതിന്റെ തേജസ്, അവരുടെ തേജസ് അത് അങ്ങാണ്. തേജസ്വികളുടെ തേജസ്സും അങ്ങാണ്. ധാമ അത് അങ്ങാണ്. നാസ്തി അന്തസ്ത്വദ്വിഭൂതേർ വികസത അതിശയം. നാസ്തി അന്തം, അങ്ങക്ക് അന്തമേ ഇല്ല. നാസ്തി അന്തം, നാസ്തി അന്തം ത്വദ്വിഭൂതേർ വികസത അതിശയം. അങ്ങയുടെ ഈ വിഭൂതികളെല്ലാം എനിക്ക് കണ്ടിട്ട് അതിശയമാണ്. അങ്ങ് ഇതെല്ലാമാണ്, അങ്ങയുടെ വിഭൂതിയാണ് ഈ ലോകത്തുള്ള സർവ്വതും എന്നാണ് പറയുന്നത്. ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. നിന്തിരുപടി ഈ പ്രപഞ്ചത്തിലെ പുരുഷനും പ്രകൃതിയും അങ്ങാകുന്നു. അതുപോലെ നിന്തിരുവടി അല്ലാതെ യാതൊരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തില് പറയുന്നത്. എല്ലാം അങ്ങ് തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങാണ്. പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവും അങ്ങാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ എല്ലാം അങ്ങയിലാണ് കാണുന്നത്. അങ്ങാണ് ഈ പ്രപഞ്ചം ആകെ ഉള്ളത്. മൂന്നാമത്തെ ശ്ലോകം. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥ വിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോ അന്തർവിരാഗേ വികസതി ശനകൈ സംത്യജന്തോ ലഭന്തെ. സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷു അഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. മൂന്നാമത്തെ ആ ശ്ലോകത്തിലും ഭഗവാന്റെ വിഭൂതികളാണ് എല്ലായിടത്തും എന്ന് മേൽപ്പത്തൂര് പറഞ്ഞു. മൂന്നാമത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത് വർണ്ണാശ്രമങ്ങളെ പറ്റി. വർണ്ണാശ്രമങ്ങള് 4 വർണ്ണങ്ങള്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ആ 4 വർണ്ണങ്ങളും, അതുപോലെ ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് തുടങ്ങിയ ഈ 4 ആശ്രമങ്ങളും, അങ്ങനെയുള്ള വർണ്ണാശ്രമങ്ങളും ധർമ്മങ്ങളെ കുറിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രുതികളിലെല്ലാം ഇതേപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ, ഒരു ഫലം പ്രതീക്ഷിക്കാതെ ഭക്തിയോടുകൂടി അങ്ങയിൽ സമർപ്പിച്ച് അനുഷ്ഠിച്ചാൽ മനസ്സിൽ വിഷയബന്ധം ഇല്ലാതെയാകും. വിഷയാസക്തി എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം അനുസരിച്ച് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചിട്ട് ആ ധർമ്മങ്ങൾ എല്ലാം കാത്തുകൊണ്ട് ജീവിച്ചാൽ, ഭക്തിയോടുകൂടി അങ്ങയിൽ സമർപ്പിച്ച് അനുഷ്ഠിച്ചാൽ വിഷയബന്ധം ഇല്ലാതെയാകും. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായ എല്ലാ വസ്തുക്കളിലും ഏകമായി വർത്തിക്കുന്ന പ്രപഞ്ച കാരണവും പരിശുദ്ധവുമായ താനെന്നുള്ള ആ അഹം എന്ന് അങ്ങയെക്കുറിച്ചുള്ള ബോധം ലഭിക്കുന്നു. അതായത് ഈ ഞാനും അങ്ങാണ്, ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാകുന്നു എന്നാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥ വിഹിതം. ശ്രുതി വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ത്വത്പരത്വേന ഭക്ത്യ, ആ കേട്ടിട്ടുള്ളത് അങ്ങ് അതുപോലെ തന്നെ
ഭക്ത്യാ കുറുവന്തഃ ഭക്തിയോടുകൂടി ചെയ്താൽ അന്തർവിരാഗേ വികസതി ഉള്ളില് നമുക്ക് വൈരാഗ്യം കൂടി കൂടി വരും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? വിഷയാസക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തേ ലഭന്തേ. വളരെ സാവധാനമാണ് പോവുള്ളൂ. അങ്ങനെയുള്ള ഈ ഭക്തി കൂടുതലാവും തോറും വളരെ പതുക്കെ പതുക്കെ ശനകൈ ഈ വിരാഗം ഉണ്ടായി വരും, വൈരാഗ്യം ഉണ്ടായി വരും. അതാണ്. പിന്നെ സത്താസ്ഫൂർത്തി പ്രിയാത്വാത്മം അഖില പദാർത്ഥേഷു, എല്ലാ പദാർത്ഥങ്ങളിലും ഭിന്ന ഭിന്നമായിട്ടുള്ള പദാർത്ഥങ്ങളാണെങ്കിലും അവയിലെല്ലാം അങ്ങുണ്ട്, അങ്ങാണ് ഞാൻ എന്നുള്ള ഒരു ബോധം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഒരു ബോധം നമുക്കിവിടെ ഉണ്ടാകുന്നു. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാലാമത്തെ ശ്ലോകം എന്താണ്? നാലാമത്തേത് ജ്ഞാനം കർമാവി ഭക്തിസ്ത്രിതയമിക ഭവത്പ്രാപകം തത്ര താവൻ നിർവിണ്ണാനാം അശേഷേ വിഷയഹിക ഭവേത് ജ്ഞാനയോഗേ അധികാരം ആർക്കാണ്, എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭക്തിയോഗവും 3 യോഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഈ 3 യോഗങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം കർമാവി ഭക്തി ഹൃദയമിക ഭവത്പ്രാപകം തത്ര താവൻ നിർവിണ്ണാം അശേഷേ വിഷയയിക ഭവജ്ഞാനയോഗ സക്താനാം കർമ്മയോഗസ്ത്വൈഹി വിനിഹതോ യേതു നാത്യന്തസക്ത നാപ്യന്ത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസ ഭക്തിയോഗോ രമേഷ. ആർക്കാണ് അധികാരമുള്ളത്? ആർക്കാണ് ജ്ഞാനയോഗത്തിന് അധികാരമുള്ളത്? ജ്ഞാനയോഗത്തിന് അധികാരമുള്ളത് എല്ലാ ആസക്തികളും വെടിഞ്ഞ് ഭക്തി വെടിഞ്ഞ് വൈരാഗ്യം മുഴുവൻ, വൈരാഗ്യം മാത്രം മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആള്. ആ ആളാണ് ഈ ജ്ഞാനയോഗത്തിന് അർഹനായിട്ടുള്ളത്. ഈ ലോകത്തിൽ 3 യോഗങ്ങളാണുള്ളത്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇത് 3ഉം അങ്ങയെ പ്രാപിക്കാനുള്ള, മോക്ഷത്തിലേക്ക് എത്താനുള്ള ഉപായങ്ങളാണ്. 3 ഉപായങ്ങളാണുള്ളത്. കർമ്മയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഈ 3 ഉപായങ്ങളിൽ കൂടിയും അങ്ങയെ പ്രാപിക്കാൻ പറ്റും. അതില് ജ്ഞാനയോഗം ഏറ്റവും വൈരാഗ്യം, ഏറ്റവും വിരക്തി വന്നവന് മാത്രമാണ് ഈ ജ്ഞാനയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കർമ്മയോഗിയാണെങ്കിലോ കുറെയെല്ലാം ആസക്തനാണ്. അവര് വിഷയ ആസക്തികളിൽ പെട്ടവരാണ്. എന്നാലും അങ്ങയെ പറ്റിയുള്ള ശ്രുതികളിലും ഒക്കെ പതുക്കെ പതുക്കെ വിരക്തി വന്നിട്ടേ ഉള്ളൂ. വിരക്തിയുണ്ട്, എന്നാലും അവർക്ക് കുടുംബഗ്രഹം അങ്ങനെയൊക്കെയുള്ള ഒന്നും വിട്ടുപോരാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള വിരക്തി ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ആസക്തി ഉള്ളവൻ, അങ്ങനെയുള്ളവരാണ് കർമ്മയോഗം, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. അവരാണ് കർമ്മയോഗം കൊണ്ട് അങ്ങയെ പ്രാപിക്കാൻ സാധിക്കുന്നത്. പിന്നെ കർമ്മയോഗത്തിനാണെങ്കിലും അത്യന്ത വിരക്തിയോ അത്യന്ത ആസക്തിയോ ഇല്ലാതെ അങ്ങയിൽ മാത്രം ഭക്തി മാത്രമുള്ളൂ. അങ്ങനെ അത്യന്തമായ വിരക്തിയില്ല, അത്യന്തമായ ആസക്തിയുമില്ല. അങ്ങയിൽ ഉള്ള ഭക്തി ഉണ്ട് താനും. അങ്ങനെയുള്ളവരാണ് ഭക്തിയോഗത്തില് അങ്ങയെ മാത്രം ധ്യാനിച്ച് കഴിയുന്നവരാണ് ഭക്തിയോഗത്തിൽ കൂടി അങ്ങയെ പ്രാപിക്കാൻ കഴിയുന്നത്. ഈ 3 കൂട്ടര് എങ്ങനെയാണ്, അധികാരത്തെ പറ്റിയാണ് പറയുന്നത്. പൂർണ്ണമായും വിരക്തി വന്നവരാണ് ജ്ഞാനയോഗത്തിൽ കൂടെ അങ്ങയെ പ്രാപിക്കാൻ കഴിയുന്നവര്. അവയിൽ ആദ്യത്തേതായ ജ്ഞാനയോഗം. എന്നാൽ എല്ലാ വിഷയത്തിലും വിരക്തി വന്നവർക്കാണ് ഈ ജ്ഞാനയോഗം. വിഷയാസക്തന്മാര് അങ്ങയിൽ അർപ്പിതമായിരിക്കുന്ന കർമ്മയോഗത്തിനും അത്യന്ത വിരക്തിയോ അത്യന്ത ആസക്തിയോ ഇല്ലാതെ അങ്ങയിൽ മാത്രം ഭക്തിയുള്ളവരായിട്ട് ഇരിക്കുന്നവര് ഈ ഭക്തിയോഗത്തിനും അർഹരാണ് എന്ന് ഈ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. 5ാമത്തെ ശ്ലോകം ജ്ഞാനം ഭക്തതാം വാ ലഘു സുഹൃതവശാൻ മധ്യലോകേ ലഭന്തേ തസ്മാത് അത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗോ നാരകോ വാ ആവിഷ്ടം മാതു ദൈവാത് ഭവജലനിധിബോധായിനേ മധ്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായി
വാദായി തസ്താരയേഥ ഗുരുമനുഗുണവാദായി തസ്താരയേഥ എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഭഗവാനോട് മേൽപ്പത്തൂര് യാചിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ഈ ലോകത്തില് മനുഷ്യർ തങ്ങളുടെ പൂർവജന്മ സുഹൃതത്താലാണ് പെട്ടെന്ന് ആത്മജ്ഞാനമോ അങ്ങനെയുള്ള ഭക്തിയോ നേടുന്നത്. പണ്ട് എങ്ങനെ ചെയ്തിട്ടുണ്ട്? പൂർവജന്മ സുഹൃതം കൊണ്ടാണ് ഈ ഇവിടെ ജ്ഞാനം ഭക്തതാം ലഘു സുഹൃതവശാൻ മർത്യലോകേ ലഭന്തി. അവര് പഴയ കാലത്ത് പഴയ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള സുഹൃതം കൊണ്ടാണ് ഈ മർത്യലോകത്ത് വന്ന് ജനിക്കുന്നതും ഈ മർത്യലോകത്തെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ പൂർവ്വജന്മ സുഹൃതത്താലാണ്. അതിനാൽ സ്വർഗത്തിലുള്ളവരും നരകത്തിലുള്ളവരും ഒക്കെ വീണ്ടും ഈ മർത്യലോകത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. തസ്മാത് അത്രൈവ ജന്മസ്പൃഹയതി ഭഗവാൻ. അവര് കൊതിക്കുന്നുണ്ട് ഈ വീണ്ടും ഇവിടെ മനുഷ്യലോകത്തേക്ക്, ഈ മർത്യലോകത്തേക്ക് വരുവാനായിട്ട് അവര് വീണ്ടും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സ്വർഗ നരകങ്ങളിലുള്ളവർ പോലും മനുഷ്യജന്മമാണ് കൊതിക്കുന്നത്. ഭാഗ്യവശാൽ എനിക്കത് ലഭിച്ചു, അല്ലെ? ആവിഷ്ടം മാം തു ദൈവാത്, ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്കത് ലഭിച്ചു. പിന്നെന്താണ്? ഈ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു കപ്പലാണ്. ഈ കപ്പലാകുന്ന മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എന്നെ എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവാണ് ഈ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോ ഈ മനുഷ്യ ശരീരത്തിലെ ഒരു കപ്പലാകുന്ന ഈ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എന്നെ ഒരു നല്ല ഗുരുവിനെ അമരക്കാരനാക്കുക. ഒരു നല്ല ഗുരുവിനെ അമരക്കാരനാക്കിയിട്ട് അനുകൂലമായ കാറ്റായിട്ട് അങ്ങ് വന്നിട്ട് എന്നെ നല്ല രീതിയിൽ അക്കരെ ഒന്ന് കടത്തി തരണമേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. കപ്പലാകുന്ന മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എന്നെ ഒരു നല്ല ഗുരുവിനെ അമരക്കാരനാക്കി അവിടുന്ന് അനുകൂലമായ കാറ്റായി സംസാര സാഗരത്തിന്റെ മറുകരയിലേക്ക് എത്തിച്ചു തരണേ എന്ന് മേൽപ്പത്തൂർ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. 6ാമത്തെ ശ്ലോകം. അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരവിനയൈ കേവല ജ്ഞാനലുബ്ധ ക്ലിശ്യന്തേ ദീവസിദ്ധിം ബഹുതരജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥ കർമ്മയോഗോപി ച പരമഫലേനന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത്പ്രാപകോ വർദ്ധതാം മേ. ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തോളാം എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്. ഇത് ജ്ഞാനയോഗം. ഈ ജ്ഞാനയോഗം ആഗ്രഹിക്കുന്നവർക്ക് ഉപനിഷത്തുകള്, യുക്തി അങ്ങനെ തുടങ്ങിയവരുടെ ബ്രഹ്മാന്വേഷണവും ദർശനവും വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ക്ലേശകരമായിരിക്കും. അവ്യക്തം, അത്ര വ്യക്തവുമല്ല. മാർഗയന്ത ശ്രുതിഭിരവിനയൈ കേവല ജ്ഞാനലുബ്ധ ബുദ്ധിമുട്ടാണ്, വളരെ ക്ലേശകരമാണ്. ക്ലിശ്യന്തേ ദീവ സിദ്ധിം ബഹുതര ജനുഷാം അന്ത ഏവാപ്നുവന്തി. അത് കിട്ടാനായിട്ട്, ഈ ജ്ഞാനയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് അത്യന്തം ക്ലേശകരമാണ്. എന്നാൽ പല ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന്റെ ഫലപ്രാപ്തിയും ഉണ്ടാകുന്നത്. കർമ്മയോഗമാണെങ്കിലും പരമഫലമായ മുക്തിയുടെ കാര്യത്തില് വളരെ അകലെ തന്നെയാണ്. ദൂരസ്ഥ കർമ്മയോഗോപി, കർമ്മയോഗം പോലും വളരെ ദൂരത്തിലാണ്. അങ്ങനെ പ്രാപിക്കാനായിട്ട് വളരെയേറെ കഷ്ടപ്പെടണം. എന്നാല് കർമ്മയോഗത്തിൽ പോലും അങ്ങയെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. കർമ്മയോഗത്തിലൂടെ പ്രാപിക്കാനും വളരെ ദൂരസ്ഥമാണ് കർമ്മയോഗം. അതുകൊണ്ട് ഭക്തിയോഗത്തിലാണ് ഈ വിഷമങ്ങളൊന്നുമില്ല. ഭക്തിയോഗത്തില് പരമഫലേനന്വയം ഭക്തിയോഗസ്ത്വാമൂലദേവ ഹൃദ്യമാണ്, വളരെ ഹൃദ്യമാണ്. തുടക്കം തന്നെ വളരെ ഹൃദ്യമാണ്. ഹൃദ്യസ്ത്വരിതമായി ഭവത് പ്രാപകോ വർദ്ധതാമേ. അപ്പോ അങ്ങയിലേക്ക് പ്രാപിക്കാനായിട്ട്, ഭവത് പ്രാപകോ, അങ്ങയിലേക്ക് പ്രാപിക്കാനായിട്ട് എന്റെ ഭക്തി ഒന്ന് വളർത്തിക്കൊണ്ടുവരണമേ എന്നാണ് ഭഗവാൻ. വർദ്ധതാം മേ, എനിക്കുള്ള ഭക്തി, എന്റെ ഉള്ളിലുള്ള ഭക്തി ഒന്ന് വളർത്തിക്കൊണ്ടുവരണമേ ഭഗവാനെ എന്നാണ് ഈ
6-ാമത്തെ ശ്ലോകത്തില് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. ഭക്തിയോഗത്തിന് ഒരു വിഷമതകളുമില്ല. മറ്റേ 2 യോഗങ്ങളും, ജ്ഞാനയോഗം അതിന്റെ ഈ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം പഠിച്ച് അതിനകത്തെ സാരങ്ങളെല്ലാം ഗ്രഹിച്ച് ഭഗവത് പ്രാപ്തി, അതായത് ഭഗവത് പദം എത്തണമെങ്കിൽ, മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പല ജന്മങ്ങൾ തന്നെ വേണ്ടി വന്നെന്നിരിക്കും. എന്നാലോ കർമ്മയോഗത്തിനും അതുപോലെ തന്നെ കർമ്മങ്ങൾ വളരെ 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 ക്ലേശകരമായിട്ടാണ്, അതും വളരെ ദൂരത്തിലാണ്. എന്നാൽ ഭക്തിയാണെങ്കിലോ, ഭക്തി മാർഗമാണെങ്കിൽ വളരെ എളുപ്പമാണ്. തുടക്കം തന്നെ വളരെ ഹൃദ്യമാണ്. ആ ഹൃദ്യമായ ഭക്തി മാർഗത്തിലൂടെ എന്നെ നയിക്കാൻ, എൻ്റെ ഭക്തി എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമാറാകട്ടെ, അതിനുവേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്തിയോഗം എന്നിൽ വളർന്ന് വലുതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 7-ാമത്തെ ശ്ലോകം. ജ്ഞാനായൈവാദിയത്നം മുനിരവവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഠം ത്വത്പാദഭക്തിം ശരണമൈതിയത് തസ്യ മുക്തിം കരാഗ്രേ ത്വദ്ധ്യാനേപീഹ തുല്യ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോः അഭ്യാസാദാശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം. അവിടെ ജ്ഞാനം നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന കഠിന പ്രയത്നങ്ങളെ വേദവ്യാസ മുനി അനുകൂലിക്കുന്നില്ല. എന്നുവെച്ചാൽ കഷ്ടപ്പെട്ട് ജ്ഞാനം സമ്പാദിച്ച് മുക്തി പ്രാപിക്കുന്നതിനെ വേദവ്യാസ മുനി അനുകൂലിക്കുന്നില്ല. പരബ്രഹ്മ തത്വത്തെ കേട്ടറിഞ്ഞ് ധ്യാനിച്ച് അങ്ങയുടെ പാദങ്ങളിൽ അഗാധമായ ഭക്തി കൈക്കൊള്ളുന്നവന് വേഗം മോക്ഷം ലഭിക്കുന്നു. ഇവിടെ മനസ്സിന്റെ ചാഞ്ചല്യം നിമിത്തം ഈശ്വര ധ്യാനം ഉറയ്ക്കുക അത്ര എളുപ്പമല്ല. മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്. ധ്യാനേപീഹ തുല്യ പുനരസുകരത ചിത്ത ചാബല്യഹേതോ. ചിത്തത്തിന് ഒരല്പം ചാബല്യമുണ്ടാകും. എന്നാൽ ആ ചാഞ്ചല്യം കൊണ്ട് ഈശ്വര ധ്യാനം ഉറയ്ക്കുക അത്ര എളുപ്പമല്ല. എങ്കിലും പരിശീലനത്താൽ അഭ്യാസാദാശു ശക്യം, അഭ്യാസത്താൽ ഇത് സാധ്യമാകും. തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം. തദപി വശയിതും, അത് വശമാക്കാനായിട്ട് ഭഗവാന്റെ ആ കാരുണ്യവും രൂപ മാധുര്യവും ഒക്കെ ഉണ്ടാകണം. തുടരെ ധ്യാനിക്കുന്നത് കൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് വീണ്ടും മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. 7-ാമത്തെ ശ്ലോകത്തില് 8-ാമത്തെ ശ്ലോകത്തില് നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ തത്കഥാദൗ ച ഗാഠം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനപതേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജംസ്താൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷു നംക്ഷന്തി സംഘ. അപ്പോ എനിക്കെന്താ കുഴപ്പം? ഭഗവാനെ, ലോകനാഥനായ ഭഗവാനെ ഏറ്റവും വിഷമം പിടിച്ച കർമ്മമാർഗത്തെ പ്രാപിച്ച് വിരക്തനായും അവിടുത്തെ കഥാശ്രവണം തുടങ്ങിയവയിൽ അതീവ ശ്രദ്ധാലുവുമായി ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കാമക്രോധാദി വികാരങ്ങളെ, അതുപോലെ തന്നെ ഗൃഹപുത്രമിത്ര കളത്രാദികളെ ഒന്നും എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഭഗവാനെ ധാരാളമായി ചിന്തിക്കുകയും അതുപോലെ കർമ്മ യോഗത്തിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിതൊന്നും അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഗൃഹം, പുത്രം, മിത്രം, പിന്നെ കളത്രം, ഇതൊന്നും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. കാമക്രോധ വികാരങ്ങളെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ വീണ്ടും അങ്ങയിൽ നല്ലതുപോലെ മനസ്സുറപ്പിച്ച് കാമാദികളെ ദോഷങ്ങൾ എന്ന വിചാരത്തോടുകൂടി സേവിച്ച് അങ്ങയിലുള്ള ഭക്തിയെ തന്നെ വളർത്തിക്കൊള്ളാം. അപ്പോൾ എങ്ങനെയായാലും ഇതെല്ലാം ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങയിൽ തന്നെ നല്ലതുപോലെ മനസ്സുറപ്പിച്ച് ഞാൻ തീർച്ചയായും ഈ ബാക്കിയെല്ലാം ദോഷങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച് എൻ്റെ ഈ ഭക്തി ഞാൻ വളർത്തിക്കൊള്ളാം. അങ്ങ് ഹൃദയത്തിൽ വസിക്കുമ്പോൾ വിഷയബന്ധങ്ങൾ വേഗം
നശിക്കും എന്നാണ് പറയുന്നത്. അങ്ങ് ഹൃദയത്തിൽ വസിക്കുകയാണെങ്കിൽ എനിക്ക് ഈ വിഷയബന്ധങ്ങളോട്, ഈ വീട്, പുത്രൻ, മിത്രം, കളത്രം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് ഞാൻ വിട്ടുപോക്കോളും. അങ്ങയുടെ ഭക്തി എൻ്റെ ഉള്ളിൽ, അങ്ങയോടുള്ള ഭക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്നാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയ വിമലമതിർനദ്യമാനോ ജനൗഘൈ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലമർമ്മ കൃതാവ ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീത്യുക്ത്വാ ശാന്തോഗതസ്താം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. എന്ത് മനഃശാന്തി കൈവരണേ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. എനിക്ക് ചിത്തശാന്തി ഉണ്ടാകണേ ഭഗവാനെ എന്ന് പറയുന്നു. എന്താണ് അതിനൊരു ഉദാഹരണം പറയുന്നത്? പണ്ട് ഒരു ബ്രാഹ്മണൻ വളരെ കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ആർജിച്ചതായ തൻ്റെ സ്വത്തുക്കളൊക്കെ എന്തു പറ്റി? തൻ്റെ ആ സമ്പാദിച്ച സമ്പത്തുകള് മുഴുവനും നഷ്ടമായി പോയി. ക്ലേശിച്ച് സമ്പാദിച്ച ആ സമ്പത്ത് നഷ്ടമായി പോയി. അങ്ങനെ തൻ്റെ സമ്പത്തിന് നാശം സംഭവിച്ചപ്പോൾ എന്തു പറ്റി? പുള്ളിക്ക് പിന്നെ സമ്പത്തിനോടുള്ള ആ ഒരു പ്രിയം ഉണ്ടായില്ല. അത് ഉപേക്ഷിക്കാൻ സാധിച്ചു. എനിക്കിനി പണം വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ വിപ്രൻ വന്നു. ബ്രാഹ്മണൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച തൻ്റെ സമ്പത്തിന് നാശം സംഭവിച്ചപ്പോൾ പണത്തിലുള്ള ആസക്തി മാറി പരിശുദ്ധ മനസ്സോട് കൂടിയവനായി തീർന്നു അദ്ദേഹം. ആളുകളൊക്കെ അപ്പോ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. എത്ര സ്വത്തുള്ളവനായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ പരിഹസിക്കാനായിട്ട് തുടങ്ങിയപ്പോ അദ്ദേഹം എന്തു പറഞ്ഞു? അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ജനങ്ങളോ, മറ്റുള്ള ജനങ്ങളോ തൻ ധനതതി ജനമെല്ലാം നശിപ്പിക്കാതെ ഉണ്ടായി വൈരാഗ്യമേറ്റം നഹീക ജനകാലാദ്യമെൻ ദുഃഖമൂലം. ജനങ്ങളോ കാലമോ ഒന്നും, കർമ്മമോ ഒന്നുമല്ല എന്റെ ദുഃഖത്തിന്റെ മൂലം, ദുഃഖത്തിന്റെ കാരണം. നഹീക ജനകാലാദ്യമെൻ ദുഃഖമൂലം. ജനങ്ങളോ മറ്റുള്ള കാലമോ ഒന്നുമല്ല എന്റെ ദുഃഖത്തിന്റെ കാരണം. പിന്നെ എന്താണ്? ഇതെല്ലാം എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. എൻ്റെ മനസ്സാണ് അതിന് ഹേതുവായത്. മനസ്സ് കർത്തൃത്വം, ഭോക്തൃത്വം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം മനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ശാന്തി തേടി അങ്ങയെ പ്രാപിച്ചു. അതുകൊണ്ട് ഞാൻ ഇതൊന്നുമല്ല, എൻ്റെ മനസ്സുകൊണ്ടാണ്, എൻ്റെ മനസ്സാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് എനിക്ക് ശാന്തി തേടി ഞാൻ അങ്ങയെ പ്രാപിക്കുകയാണ് എന്നാണ് അദ്ദേഹം മറ്റുള്ളവരോട്, മറ്റുള്ള ജനങ്ങൾ പരിഹസിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. ഇതൊന്നുമല്ല ദുഃഖകാരണം, ജനങ്ങളോ കാലമോ എൻ്റെ കർമ്മങ്ങളോ ഒന്നുമല്ല ഇതിന്റെ ദുഃഖകാരണം, എൻ്റെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ശാന്തി നേടി ഭഗവാനെ പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാന്തി നേടി അങ്ങയെ പ്രാപിച്ചു. അപ്പോ എനിക്കും അതുപോലെ മനഃശാന്തി തരണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് ഈ 9ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. 10ാമത്തെ ശ്ലോകം: ഐളപ്രാഗുർവശീം പ്രത്യതിവിവശമനാ സേവമാനസ്ഥിരം താം ഗാഠം നിർവിദ്യ ഭൂയോ യുവതി സുഖമിതം ക്ഷുദ്രമേവേദികായൻ ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണസുഖതരമചരത് തദ്വദുദ്ധൂതസംഗം ഭക്തോത്തം സംക്രിയാമാം പവനപുരപതേ പന്ത മേ രുന്ധിരോഗാൻ. ഇവിടെ ഐളക എന്ന് പറഞ്ഞാൽ, ഐലൻ എന്ന് പറയുന്നത് ഇളന്റെ മകനാണ്. അത് പുരൂരവസ് എന്ന ഒരു രാജാവാണ്. പുരൂരവസ് എന്ന രാജാവ് ഈ പണ്ട്. പ്രാഗ് പണ്ട് ഐളൻ, അതായത് പുരൂരവസ് ഉർവശിയെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അവരുടെ പിറകെ കുറെ നാള് സന്തോഷം അനുഭവിച്ച് സുഖമായി നടന്നു ഉർവശിയെ. പക്ഷെ കുറെ നാൾ അങ്ങനെ സുഖം അനുഭവിച്ച് കഴിഞ്ഞപ്പോ ഗാഠം നിർവിദ്യ ഭൂയോ യുവതി സുഖമിതം ക്ഷുദ്രമേവേദി ഗായൻ. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി ഈ യുവതി സുഖം, ഈ നാരി
ഈ സമ്പർക്കം മൂലമുള്ള ആ സുഖമൊന്നും അത്ര സുഖമല്ല, അതൊക്കെ ക്ഷുദ്രമാണ് എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം പൂർണ്ണ സുഖം അചരത്, പൂർണ്ണ സുഖമായിട്ട് എന്താണ് അങ്ങയിലുള്ള ഭക്തി സമ്പാദിച്ച് ഭക്തി പ്രാപ്യം, അങ്ങയിലുള്ള ഭക്തിയിലേക്ക് ചേർന്നുകൊണ്ട് പൂർണ്ണ സുഖം അചരത് സഞ്ചരിച്ചു, പൂർണ്ണ സുഖിമാനായി സഞ്ചരിച്ചു. തദ്വദുദ്ധൂത സംഘം ഭക്തോത്തംസം ക്രിയാമാം, അങ്ങനെ ഏറ്റവും ഭക്തിയുള്ള ഉള്ളവൻ ആയിത്തീർന്നു. ഇളന്റെ പുത്രനായ പുരൂരവസ് എന്ന രാജാവ് ഉർവശിയിൽ അനുരക്തനായി വളരെ കാലം സ്വർഗസുഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം വിരക്തി പൂണ്ട് സ്ത്രീ സുഖം നിസ്സാരം എന്ന് കരുതി അങ്ങനെയുള്ള ഭക്തിയിൽ മുഴുകി പരിപൂർണനായി സസുഖം സഞ്ചരിച്ചു. ആ സ്ത്രീ സുഖമൊക്കെ വേണ്ട എന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങയിലുള്ള ഭക്തി കൂടുതലായിട്ട് വരികയും പരിപൂർണനായി സസുഖം ഭക്തനായി സഞ്ചരിക്കുകയും ചെയ്തു. അതുപോലെ എന്നെയും ബന്ധവിമുക്തനും ശ്രേഷ്ഠ ഭക്തനുമാക്കി തീർത്ത് രോഗങ്ങളെ അകറ്റി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. ഭക്തി യോഗത്തില് ഇവിടെ പുരൂരവസിന്റെ കഥ എങ്ങനെ പറയാനുണ്ട്, സമയക്കുറവിനാൽ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്രമാത്രം ഉർവശിയുമായിട്ട് സന്തോഷത്തോടെ കുറെ നാളുകൾ കഴിഞ്ഞു. പക്ഷെ അതിൽ നിന്ന് വിരക്തി പ്രാപിച്ച് അതല്ല സുഖം, ഭഗവാനിലുള്ള ഭക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരൂരവസ് തിരിച്ചു വന്ന് അങ്ങയിലുള്ള ഭക്തി മൂലം പരിപൂർണ സുഖിമാനായിട്ട് ലോകമെല്ലാം സഞ്ചരിച്ചു. അതുപോലെ എനിക്കും അങ്ങയില് പൂർണ്ണമായ ഭക്തി ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ഈ ഭക്തിയോഗം എന്ന ഒരു അധ്യായം, ഒരു ദശകം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അതുപോലെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ SPYSSനും അതുപോലെ ഇന്ദിരാദേവി അക്കയ്ക്കും എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. ഈ യോഗത്തില് നമ്മുടെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. അങ്ങനെ ഇന്നത്തെ നാരായണീയ പഠനം ഇവിടെ വളരെ മനോഹരമായി സമാപിച്ചിരിക്കുകയാണ്. ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലാനായി വന്ന ബീനാക്കും, ചാൻഡിങ് ഗൈഡൻസിനായി വന്ന രുക്മിണി KS അക്കും, റിപ്പീറ്റേഷന് വന്ന ഗൗരി ദേവി അക്ക, പ്രമീള അക്ക, ഉഷാമാധവൻ അക്ക, ജയലക്ഷ്മി അക്ക, എക്സ്പ്ലനേഷന് വന്ന സരോജിനി അക്ക, ബാക്കപ്പിനായി ഗംഗാർ അക്ക, എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ ശ്രോതാക്കളായി വന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ ബാക്ക് ബോൺ ആയിട്ടിരിക്കുന്ന ഈ ഇന്ദിരാദേവി അക്കയ്ക്ക്, ഈ സംരംഭത്തിന് ബാക്ക് ബോൺ ആയിരിക്കുന്ന ഇന്ദിരാദേവി അക്കയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എഡിറ്റിങ്ങിന് വന്ന സുനൈൻ അക്കയ്ക്കും, എനിക്ക് ഈ അവസരം തന്ന, ആങ്കറിങ് ചെയ്യാൻ അവസരം തന്ന ഇന്ദിരാദേവി അക്കയ്ക്ക്, SPYSനും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ്യവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.